ജോസ് നെല്ലിക്കത്തൊരു അച്ഛനെ അനുഗ്രഹ പ്രഭാഷണത്തിനായി ക്ഷണിക്കുന്നു. ഈ യോഗത്തിൻ്റെ അധ്യക്ഷപദം അലങ്കരിക്കുന്ന തുരുത്തിപ്പള്ളി SMIM യൂണിറ്റ് പ്രസിഡന്റ് ബിബിൻ ബെന്നി ഇന്ന് ഈ യോഗം ഉദ്ഘാടനം ചെയ്യാനായി ഇവിടെ എത്തിയ നമ്മുടെ മുഖ്യാതിഥിയായിട്ടുള്ള ശ്രീ ചെറിയാൻ കെ ജോസ് കിഴക്കേപ്പറമ്പിൽ, ബി യൂണിറ്റിൻ്റെ പ്രസിഡന്റ് ട്വിസ, ജോയിൻറ്റ് ഡയറക്ടർ സിസ്റ്റർ ടിൻസി, SMIMൻ്റെ ഭവന സെക്രട്ടറി ജസ്റ്റിൻ മരിയ, പ്രിയ യുവജന സുഹൃത്തുക്കളെ, മാതാപിതാക്കന്മാരെ, തുരുത്തിപ്പള്ളിയിൽ വന്നിട്ട് ആദ്യത്തെ ഒരു പൊതുയോഗം ആണ് ഇത്. അത് SMIMൻ്റേതായി ഇവിടെ നടക്കുന്നതിൽ എനിക്കേറെ സന്തോഷമുണ്ട്. ബിബിൻ്റെയും ടിസയുടെയും നേതൃത്വത്തിൽ വളരെ സജീവമായ ഒരുക്കങ്ങൾ ഈ ദിവസങ്ങളിൽ നടക്കുകയായിരുന്നു. നല്ല സ്കിറ്റുകളും ഡാൻസുകളും ഒക്കെ നിങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട് എന്നെനിക്കറിയാം. നിങ്ങളെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. പ്രത്യേകിച്ച് ഇന്ന് ഇവിടെ ഈ യോഗത്തിൻ്റെ ഉദ്ഘാടകനായി എത്തിയ മുഖ്യാതിഥി ശ്രീ ചെറിയാൻ കെ ജോസ് എനിക്ക് ഏതാണ്ട് 30-ലേറെ വർഷത്തിലധികമായിട്ട് അറിയാം. അദ്ദേഹം ഞങ്ങളൊന്നിച്ച് രൂപതയുടെ ചുക്കാൻ പിടിച്ചിരുന്ന വ്യക്തികളാണ്. 90-91 കാലഘട്ടത്തിലാണ് ഞാൻ SMIMൻ്റെ അല്ലെങ്കിൽ SCYM-ൻ്റെ രൂപത ഡയറക്ടറായിട്ട് സ്ഥാനമേറ്റത്. 98 വരെ ഞാനവിടെ ഉണ്ടായിരുന്നു. അതിൻ്റെ സിൽവർ ജൂബിലി ആഘോഷങ്ങൾ നടത്തിയത് ഞാനായിരുന്നു. അപ്പോൾ 50-ാമത്തെ വർഷത്തിൻ്റെ ഇന്നലെ അതിൻ്റെ പരിപാടികളിൽ നമ്മളിവിടെ നിന്ന് പോയി പങ്കെടുത്തു. നല്ല പരിപാടികളായിരുന്നു. അന്ന് ഞാൻ ഓർക്കുന്ന 25-ാം വർഷത്തിൽ 25 വീടുകളാണ് നമ്മുടെ രൂപതയിൽ 25 ഇടവകളിലായിട്ട് 25 വീടുകൾ പാവപ്പെട്ടവർക്ക് SMIM വെച്ച് കൊടുത്തു. അങ്ങനെ ഇത്തവണ ഇത്രയും അവർക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഒരു വീട് പണിതിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതായാലും രൂപതയുടെ പ്രവർത്തനങ്ങളും എല്ലാം ഭംഗിയായിട്ട് പോകുന്നുണ്ട്. ഇവിടെ നിന്ന് തന്നെ നമ്മൾ 20-ലധികം ആളുകൾ പോയി പങ്കെടുത്തു. നല്ല കാര്യമാണ്. ഒരുപക്ഷെ ഞാൻ ഓർക്കുന്നത് ഈ ചെറിയാച്ചൻ്റെയൊക്കെ കാലഘട്ടത്തിൽ ഈ തുരുത്തിപ്പള്ളി ഇടവക എന്ന് പറഞ്ഞാൽ യുവജനങ്ങളെ ഏത് കാര്യത്തിനും മുമ്പിൽ നിന്നിരുന്നൊരു കാലഘട്ടമായിരുന്നു. ഇവിടെ നിന്ന് വലിയ സമ്മാനങ്ങളൊക്കെ ധാരാളം രൂപതയിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവരുന്ന ഒരു യൂണിറ്റായിരുന്നു ഇത്. ബെസ്റ്റ് യൂണിറ്റായിട്ട് പ്രവർത്തിച്ചിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. അത് അന്നത്തെ ചെറുപ്പക്കാരെ ഞാനെല്ലാം ഇവിടെ വന്ന് നൈറ്റ് ക്യാമ്പ് ഞാൻ നടത്തിയിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. രൂപതകളിലെ എല്ലാ ഇടവകളിലും പോയി നൈറ്റ് ക്യാമ്പുകൾ നടത്തുക, യുവജനങ്ങളെ സംഘടിപ്പിക്കുക, അവരുടെ വീടുകൾ സന്ദർശിക്കുക. ഇവരെയൊക്കെ പലരെയും കെട്ടിച്ചതൊക്കെ ഞാനാണ്. ഇവിടെ ഇരിക്കുന്ന രാജേഷ് തുടങ്ങിയ പല പാർട്ടികളുടെ കല്യാണത്തിന്, എൻ്റെ ചെറിയച്ഛൻ്റെ കല്യാണത്തിന് സ്വന്തത്തിൽപ്പെട്ട ഒരു അച്ഛനുണ്ടായിരുന്നു. ഞാൻ വിവാനം ചൊല്ലി പ്രസംഗം പറഞ്ഞതാണ് എൻ്റെ വിചാരം. അങ്ങനെ അതുപോലെ ഇവിടുത്തെ ജോമി തുടങ്ങിയ ഒത്തിരി പേരുടെ വിവാഹ ആശീർവാദത്തിനൊക്കെ ഞാനിവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഈ ഇടവകയുമായിട്ട് പലപ്പോഴും ബന്ധപ്പെട്ട് നിന്ന ഒരു കാലഘട്ടമായിരുന്നു ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളൊക്കെയും. ഞങ്ങളുടെ ശതാബ്ദിക്കും ഞാൻ വിശുദ്ധ കുർബാനയിൽ വന്ന് പങ്കെടുത്തു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അങ്ങനെ ഈ ഇടവകയുമായിട്ട് എനിക്ക് വളരെ അടുത്ത ബന്ധങ്ങൾ അടുത്ത കാലത്തും നേരത്തെയും എല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ നല്ല രീതിയിൽ യുവജനങ്ങൾക്ക് സാധ്യതയുള്ള ഒരു ഇടവക എന്ന നിലയിലും നല്ല കഴിവും പ്രാപ്തിയുമുള്ള യുവജനങ്ങളുള്ള ഒരു ഇടവക എന്ന നിലയിലും വലിയൊരു ഭാവി തുരുത്തിപ്പള്ളി ഇടവകയ്ക്ക് ഞാൻ കാണുകയാണ്. ഈ അടുത്ത കാലത്തായി ഞാൻ വന്ന് പരിചയപ്പെട്ടിപ്പോൾ ഒരു 1.5 മാസം കൊണ്ട് നമ്മുടെ യുവജനങ്ങൾ വളരെ അടുത്ത് ഇടപെടാനും എല്ലാ കാര്യങ്ങളും ചോദിക്കാനും പറയാനും ഒക്കെ എൻ്റെ അടുക്കൽ വരുന്നത് എനിക്ക് വലിയ സന്തോഷമാണ്. അതെല്ലാം ഭംഗിയായിട്ട് ചെയ്യണമെന്ന് കുട്ടികൾക്ക് ആഗ്രഹമുണ്ട്. നമ്മൾ എന്ത് സഹായവും ചെയ്യാം, പണമൊന്നും നോക്കണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പരിപാടികൾ നടത്തുക, പണം എങ്ങനെയുണ്ടാകും, മുന്നോട്ടിറങ്ങി പ്രവർത്തിക്കുക. ആദ്യമൊക്കെ ഇച്ചിരി ആൾ കുറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ അടുത്ത പ്രാവശ്യം കുറേ കൂടി ആളുകൾ വരും. ഇന്നിപ്പോൾ ഞാൻ വിചാരിച്ച മറ്റ് സംഘടനകളും മാതാപിതാക്കന്മാരും മുതിർന്നവരൊക്കെ കുറേ കൂടിയൊക്കെ വരുമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ വളരെ ചുരുക്കം ആളുകൾ മാത്രമേ മുതിർന്നവരായിട്ട് എത്തിയിട്ടുള്ള യുവജനങ്ങളാണ് അധികം വന്നിരിക്കുന്നത്.
മുതിർന്നവരായിട്ട് വന്നിട്ടുള്ള മാതാപിതാക്കന്മാരെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. ഏതായാലും നമുക്ക് ഇവിടെ ഒത്തിരിയേറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. യുവത്വം എന്ന് പറയുന്നത് ഒരു നിധിയാണ്. ദൈവം നമ്മുടെ കയ്യിൽ വെച്ച് തരുന്ന ഒരു വലിയ നിധിയാണ് ഈ യുവത്വം എന്ന് പറയുന്നത്. ആ യുവത്വത്തെ നഷ്ടപ്പെടാതെ ആ നിധിയെ പൊന്നുപോലെ കാത്ത് സൂക്ഷിക്കാനും ആ നിധി മറ്റുള്ളവരുടെ നന്മയ്ക്കായി ഉപയോഗിക്കാനുമുള്ള കാലഘട്ടമാണ് യുവത്വം എന്ന് പറയുന്നത്. ആ നിധിയെ കാത്തു സൂക്ഷിച്ചാൽ മാത്രം പോരാ, അത് മറ്റുള്ളവർക്ക് ഉപകാരപ്രദമായ വിധത്തിൽ വിനിയോഗിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. അത് നിങ്ങളുടെ കലാപരിപാടികളിലൂടെ ആകട്ടെ, നിങ്ങളുടെ പൊതുപ്രവർത്തനങ്ങളിലൂടെ ആകട്ടെ, സാമൂഹ്യ സേവനത്തിലൂടെ ആകട്ടെ, ഏത് പരിപാടിയിലൂടെയാണെങ്കിലും പൊതുസമൂഹത്തിന് നന്മയുണ്ടാകുന്ന പ്രവർത്തനങ്ങളാണ് നിങ്ങൾ കാഴ്ചവെക്കേണ്ടത്. യുവജനങ്ങളുടെ പ്രവർത്തനം എന്ന് പറയുന്നത് ഒരു തലത്തിൽ മാത്രമല്ലെങ്കിൽ ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല. അത് ആധ്യാത്മിക തലത്തിലുണ്ട്, ഭൗതിക തലത്തിലുണ്ട്, കലാസാംസ്കാരിക തലത്തിലുണ്ട്, വിജ്ഞാനം നേടുന്നതിലുണ്ട്. ഇങ്ങനെ ഒത്തിരിയേറെ സാംസ്കാരികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും നിങ്ങൾ പ്രവർത്തിക്കണം. പൊതുവായ വിഷയങ്ങളിൽ നമ്മൾ ഇടപെടണം. ഇപ്പോൾ KCYM-ൻ്റെ പഴയ നേതാക്കന്മാരൊക്കെയാണ് AKCC-യുടെ നേതാക്കന്മാരായിട്ടുള്ളത്. അവരൊക്കെ പഴയ ശൈലിയിൽ തന്നെ പൊതുവായ പ്രവർത്തനങ്ങളിൽ ഏതെങ്കിലും വിഷയം വന്നാൽ ഉടനെ ചാടി ഇടപെടും. ഇവിടെ നമ്മളൊന്നും പ്രതികരിക്കുന്നില്ല. പ്രതികരണശേഷി നഷ്ടപ്പെട്ടു പോയ ഒരു യുവതലമുറയുടെ കൂട്ടത്തിൽ ജീവിക്കേണ്ടി വരുന്ന ഒരു വേദനയാണ് ഒരു പക്ഷേ മുതിർന്ന തലമുറയ്ക്ക് ഉള്ളത്. പ്രതികരിക്കാനൊന്നുമില്ല. എല്ലാവരും മൊബൈലും തോണ്ടി സൗഹൃദവും പറഞ്ഞ് സ്വന്തം കാര്യം നോക്കി നടക്കുന്നൊരു കാലഘട്ടത്തിലാണ് നമ്മൾ. ക്രിക്കറ്റ് കളിച്ച് ബിസ്ക്കറ്റ് തിന്ന് ഇങ്ങനെയൊക്കെ പോകും. അതിനപ്പുറത്തേക്കൊരു ചിന്തയൊന്നും നമുക്ക് വന്നിട്ടില്ല. കാര്യഗൗരവത്തോടെ ജീവിതത്തെ നോക്കിക്കാണാൻ, ലക്ഷ്യബോധത്തോടെ മുമ്പോട്ട് പോകാൻ ഞാൻ പലരോടും ചോദിച്ചത്, ഇനി അടുത്ത പരിപാടിയല്ല, ഒന്നും ആലോചിച്ചില്ല. അപ്പോൾ +2 കഴിഞ്ഞ ആളിന് ഇനി എന്നാന്നുള്ളത് വീട്ടുകാർ തീരുമാനിക്കേണ്ടതെന്നുള്ള മട്ടില്ല. അങ്ങനെയല്ല. നമ്മളൊരു 7ാം ക്ലാസ് 8ാം ക്ലാസ് ആകുമ്പോഴേക്കും നമ്മുടെ ഒരു ലക്ഷ്യബോധം നമുക്ക് ഉണ്ടാവുകയും അതിൽ നിന്ന് അതിനു വേണ്ടിയിട്ട് പരിശ്രമിക്കുകയും ചെയ്യണം. എങ്കിലേ നമ്മൾ ഉദ്ദേശിക്കുന്ന ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുകയും. അതുകൊണ്ട് ലക്ഷ്യബോധത്തോടുകൂടി പ്രവർത്തിക്കാൻ ഇന്നത്തെ യുവജനങ്ങൾക്ക് കഴിയട്ടെ. നമ്മുടെ ഇടയിൽ നടക്കുന്ന പൊതുകാര്യങ്ങളിൽ ഇടപെടാനുള്ള അവകാശവും അധികാരവും യുവജനങ്ങൾക്കുണ്ട് എന്ന് മനസ്സിലാക്കാനുള്ള ബോധ്യം നിങ്ങൾക്കുണ്ടാവണം. ആ ബോധ്യമില്ലെങ്കിൽ ബോധമെങ്കിലും ഉണ്ടാകണം. അപ്പോഴതുകൊണ്ട് ഈ വാക്കുകൾക്കൊക്കെ ഒത്തിരിയേറെ അർത്ഥതലങ്ങളുള്ളതുകൊണ്ട് ഞാനധികം അതിലേക്ക് കടക്കുന്നില്ല. അതുകൊണ്ട് ഇതിനുള്ള ഈ ബോധ്യങ്ങൾ നേടാൻ, യുവത്വത്തെ സഭയ്ക്കും സമൂഹത്തിനുമായി വിനിയോഗിക്കാൻ, എല്ലാ മേഖലകളിലും പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ. യുവജന ദിനത്തിൻ്റെ എല്ലാവിധമായ ആശംസകളും ഞാൻ അർപ്പിക്കുന്നു. നല്ല സുന്ദരമായ പാട്ടുപാടിയ ലിസ്മരിയാക്കി അഭിനന്ദനങ്ങൾ നന്നായിട്ട് പാടി. അവർ ഇനിയും നല്ല കലാകാരികളും കലാകാരന്മാരും രംഗത്തേക്ക് വരാനിരിക്കുന്നു. എല്ലാവർക്കും അഭിവാദ്യങ്ങൾ, ആശംസകൾ. നന്ദി, നമസ്കാരം.